വലിയ ജനകീയ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. 3920 വോട്ട് ചേലക്കരയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്നത് കഴിഞ്ഞ 2.5-3 മാസമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ്. ഈ ഗവൺമെന്റിന്റെ പല ചെയ്തികളും ബഹുജന സമക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ 2.5 മാസത്തിനിടക്ക് എനിക്ക് സാധിച്ചു. ഞങ്ങൾ ഉയർത്തിയ ആശയങ്ങളോട് ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ 3 സ്ഥലങ്ങളിലും, ചേലക്കരയിലും പാലക്കാടും അതുപോലെ തന്നെ വയനാട്ടിലും പ്രതിഫലിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ചേലക്കരയിലെ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് DMKയുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ചില ചർച്ചകളൊക്കെ ഞാൻ കണ്ടു. ഞങ്ങൾ പിടിച്ച വോട്ട് 4000 വോട്ട് മതിയായില്ല എന്ന നിലയ്ക്ക്. അപ്പൊ എനിക്കതിൽ പറയാനുള്ളത്, കേരളത്തിന്റെ രാഷ്ട്രീയം ഇപ്പൊ പരിശോധിച്ചാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചാൽ ഈ 3920 വോട്ട് പിടിക്കാൻ ശേഷിയുള്ള എത്ര പാർട്ടികളുണ്ട് എന്ന് ഇപ്പോ ഈ ഒന്ന് CPM, ഒന്ന് കോൺഗ്രസ്, ഒന്ന് BJP, ഈ 3 രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞാൽ ഈ 140 മണ്ഡലത്തില് ഈ പറയുന്ന വോട്ട് പിടിക്കാൻ ശേഷിയുള്ളവർ എത്ര പേരുണ്ട്? നമുക്ക് ഓരോന്നും ചെറുതായിട്ട് പരിശോധിക്കാം. CPI തന്നെ നമുക്ക് ആദ്യം എടുക്കാം ഒരു ഉദാഹരണമായിട്ട്. CPI ഈ 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു 20 മണ്ഡലത്തിലപ്പുറം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 1000-ത്തിനപ്പുറം വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ 2000 വോട്ട് കിട്ടുമോ എന്ന് കേരള ജനതക്കറിയാം. അതിന്റെ ഏറ്റവും വലിയ തെളിവ് 2011 ഇവിടെ ഏറനാട് ഞാൻ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ അന്ന് LDF സ്ഥാനാർത്ഥിയായിട്ടാണ് CPI സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ഒരു വിഭാഗം CPM-മാരും അവരെ കൂടെ ഉണ്ട്. എന്നിട്ട് അവർക്ക് കിട്ടിയ വോട്ട് 2400 വോട്ടാണ്. ഇവിടെ കേരള കോൺഗ്രസ് മാണി ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ എത്ര സീറ്റിൽ ഈ 3900 വോട്ട് കിട്ടും? ഒരു 10 സീറ്റിൽ അല്ലെങ്കിൽ ഒരു 15 സീറ്റിൽ, അതിന്റെ അപ്പുറം ഉണ്ടാവില്ലല്ലോ. മുസ്ലിം ലീഗ് കേരളത്തിലെ 4ാമത്തെ വലിയ പാർട്ടി എന്ന് പറയാം. ഒരു 10, 30, 40 സീറ്റിൽ അവർക്ക് നല്ല വോട്ട് കിട്ടിയേക്കാം. അതിനപ്പുറമുള്ള ഒരു 100 സീറ്റ് പരിഗണിച്ചാൽ ഈ വോട്ട് കിട്ടുന്ന എത്ര മണ്ഡലങ്ങൾ ലീഗിനുണ്ടാവും? അങ്ങനെ കേരളത്തിന്റെ ഓരോന്നും പരിശോധിച്ചാൽ, ഇപ്പോ LDF-ലായാലും UDF-ലായാലും ഘടകകക്ഷികളെ പരിശോധിച്ചാൽ എത്ര വോട്ടാണ് അവർക്കുള്ളത്? അവർ 2-3 മണ്ഡലത്തിൽ, അതിലപ്പുറം ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും 10-13 ദിവസം മാത്രമായ ഒരു സോഷ്യൽ സംഘടന, ഞങ്ങൾക്ക് നിയോജക മണ്ഡലം കമ്മിറ്റി ഇല്ല, പഞ്ചായത്ത് കമ്മിറ്റി ഇല്ല, ബൂത്തുകളില്ല, ബൂത്തിൽ പ്രവർത്തിക്കാൻ ആളില്ല. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നറിയാൻ തന്നെയാണ് ഞങ്ങൾ നടത്തിയ പോരാട്ടം. ആ പോരാട്ടത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടിയതാണ്. ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ചേലക്കര. നിങ്ങൾക്കറിയാം, ഇത് മലപ്പുറത്തോ കോഴിക്കോടോ കണ്ണൂരോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതിന്റെ ചിത്രം വേറെയാകുമായിരുന്നു. കൃത്യമായ രാഷ്ട്രീയ ആശയത്തിന് മാത്രം കിട്ടിയ വോട്ടുകളാണ് ചേലക്കരയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഞങ്ങളെ പാർട്ടിയെക്കുറിച്ച് വലിയ എന്താ പറയാ വിമർശനം നടത്തുന്നവരൊക്കെ പറയുന്നത് PC ജോർജ് പാർട്ടി ഉണ്ടാക്കിയിട്ട് എന്തായി എന്നാണ് ചോദ്യം. എനിക്ക് അവരോട് പറയാനുള്ള മറുപടി, 2015 അരുവിക്കര തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ പറയുന്ന PC ജോർജിന്റെ പാർട്ടി ഒരു മുന്നണിയായി ആന്റി കറപ്ഷൻ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 90ഓളം ജാതി മത സംഘടനകളെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് അന്ന് അദ്ദേഹം അവിടെ മത്സരത്തെ നേരിട്ടത്. സ്ഥാനാർത്ഥി ആരാക്കണമെന്ന് നോക്കാൻ വേണ്ടി റഫറൻഡം നടത്തിയതെന്ന് 4000 ആളുകൾ പങ്കെടുത്തു എന്നാണ്. പക്ഷെ വോട്ട് എണ്ണിയപ്പോൾ എത്രയല്ലത്? 1296 വോട്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു രാഷ്ട്രീയ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ ചേലക്കരയിൽ തന്നെ ഞങ്ങൾ പരിശോധിക്കൂ, 39,600 വോട്ടുണ്ടായിരുന്നു സഖാവ് രാധാകൃഷ്ണന്. എങ്ങനെ ഈ 12,000-ലേക്ക് കുറഞ്ഞത്? 44,000 വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് 52,000 വോട്ടായിട്ട് അവിടെ ഉയർന്നു. ഏകദേശം 8,000 വോട്ട് CPM-ൽ നിന്ന് ആര് പിടിച്ചു? ഈ പറയുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി പിടിച്ചു. BJP-ക്ക് ഏകദേശം 9,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചിട്ടുണ്ട് അവിടെ. അതായത് കഴിഞ്ഞ പ്രാവശ്യം 24,045 വോട്ടാണ് BJP-യുടെ സ്ഥാനാർത്ഥിക്ക് 2021 നിയമസഭയിൽ ഉണ്ടായിരുന്നത്. ഇപ്പത് 33,604.
നമ്മൾ വോട്ട് വരുന്ന ഏകദേശം 80% CPM നിന്നും ഇടതുപക്ഷത്തു നിന്നുമാണ്. 80% ഓഫ് വോട്ടേഴ്സ് സപ്പോർട്ടിങ് DMK ഫ്രം LDF. അതിന്റെ ഒരു തർക്കമില്ല. അത് ആന്റി പിണറായിസം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിണറായിസത്തെ ഇനിയും ആ സംവിധാനത്തെ തുടരാനാണ് CPM ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രിയെ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാന്യമായിട്ട്, ഇപ്പൊ യെച്ചൂരിയുടെ ഒരു പോസ്റ്റ് ഒഴിവുണ്ടല്ലോ, പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി, അത്തരം ഒരു സ്ഥാനത്തേക്ക് മാന്യമായി അദ്ദേഹത്തെ മാറ്റിയിട്ടു. കേരളത്തിലെ CPM ഇന്നത്തെ ഭരണ സംവിധാനത്തിലെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച് മറ്റൊരു പശ്ചിമ ബംഗാളായിരിക്കും എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ആ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കോൺഗ്രസിനെ ചൊല്ലി വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അപ്പോ അവിടെ രാഹുൽ വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. താങ്കൾ തന്നെ പറഞ്ഞിരുന്നത് കോൺഗ്രസ് അവിടെ കാര്യമായി പ്രവർത്തിക്കുന്നില്ല, ഇങ്ങനെ പോയാൽ അവിടെ തോൽവി സംഭവിക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിരുന്നത് വാസ്തവമാണ്. അതിനുശേഷം കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് സംസാരിച്ചല്ലോ. അതിനുശേഷം അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും പറഞ്ഞു തീർത്തു. വളരെ ശുഷ്കാന്തിയോട് കൂടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയാണല്ലോ കോൺഗ്രസ് അതിശക്തമായി പ്രവർത്തിച്ചത്. അതിന്റെ കൂടെ റിസൾട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വസ്തുതകളാണ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. നമ്മൾ വെറുതെ പറയല്ലേ ഏത് പഞ്ചായത്തിലാണ് പ്രശ്നം, എവിടെയാണ് കോൺഗ്രസിന്റെ ഇന്റേണൽ പ്രോബ്ലംസ് എന്നുള്ളത് നമ്മളുടെ അറിവുകൾ നമ്മൾ നേതാക്കന്മാരുമായിട്ട് കൺവേ ചെയ്തിരുന്നു. അവരത് ഇടപെട്ടു, അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടായി. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിലെ പൊതുസമൂഹം എടുത്ത നിലപാട് ആന്റി ഫാസിസമാണ്, ആന്റി RSS ആണ്, ആന്റി വർഗീയതയാണ്. അതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു കാര്യം ആലോചിക്കാതെ അവിടെ ആ രീതിയിൽ വോട്ടുകൾ വന്നത്. അവസാനമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുമിച്ചിട്ടാ കോൺഗ്രസിലേക്ക് BJP-യിലേക്ക് പോകുന്നതെന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ഒരു അടിസ്ഥാനപരമായിരുന്നില്ല എന്ന് ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കല്ലോ. DMK പ്രവർത്തകർ അവസാന ഘട്ടത്തിൽ വളരെ സജീവമായിട്ട്, മിൻഹാജ് അടക്കം നിങ്ങൾക്കറിയാം, പല ബൂത്തുകളിലും ഭക്ഷണം വരെ എത്തിച്ചു കൊടുത്തത് DMK-യുടെ പ്രവർത്തകര് നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജിന്റെ നേതൃത്വം. നിങ്ങൾ പലരും അത് റിപ്പോർട്ട് ചെയ്താണല്ലോ. നമ്മൾ 5000 വോട്ട് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു നമ്മൾ വരുന്നത്. 5000 പിടിക്കണം. അത് 3920 നിന്നും 1000 വോട്ടിന്റെ കുറവ് വന്നു. സത്യത്തിൽ 16 വോട്ട് നമുക്ക് കിട്ടുമായിരുന്നു. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരാഴ്ച നീണ്ടപ്പോ പാലക്കാട് ഉണ്ടായിരുന്ന മുഴുവൻ നേതാക്കളും, UDF-ന്റെയും LDF-ന്റെയും നേതാക്കൾ, പ്രത്യേകിച്ച് LDF-ന്റെ നേതാക്കന്മാര് ഒരാഴ്ചയിലധികം ഈ പറയുന്ന ചേലക്കരയിൽ വന്നിട്ട് ഞങ്ങളെ ഡിഫെൻഡ് ചെയ്യാനാണ് നോക്കിയത്. ഓരോ വീടുകളും കയറി ഇറങ്ങി ആ വോട്ടുകൾ തടുക്കാനുള്ള വലിയ ശ്രമം നടത്താൻ LDF-ന് സാധിച്ചു ഇലക്ഷൻ നീണ്ടതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു 7000 വോട്ടിലേക്ക് ഞങ്ങൾ എത്തുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പ്രതിപക്ഷമായിട്ട് സഹകരിച്ചാണ് ഇപ്പൊ മുന്നോട്ട് പോയത് പാലക്കാട്. അല്ല, നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉയർത്തിയ ആന്റി പിണറായിസം, ആന്റി ഫാസിസം, ഈ 2-3-4 വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ.